വെൽക്കം ടു കൊമേഴ്സ് ഇൻഫോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഘടനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ബാങ്കിങ് സ്ട്രക്ചറിനെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് അൺഓർഗനൈസ്ഡ് സെക്ടർ, രണ്ടാമത് ഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ രണ്ട് തരം ബാങ്കുകളാണ് ഉള്ളത്. ഒന്ന് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും രണ്ടാമത് മണി ലെൻഡേഴ്സും. എന്നാൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയാം. രണ്ടാമത്തേത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തേത് അപ്പെക്സ് ബാങ്ക്സ്. നാലാമത്തേത് ഡെവലപ്മെൻറ്റൽ ബാങ്ക്. ഓർഗനൈസ്ഡ് സെക്ടറിലെ RBIനെ തരംതിരിക്കുന്നില്ല, മറിച്ച് ഓർഗനൈസ്ഡ് സെക്ടറിലെ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ 4ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് കൊമേഴ്ഷ്യൽ ബാങ്ക്, രണ്ടാമത്തേത് കോപ്പറേറ്റീവ് ബാങ്ക്സ്, മൂന്നാമത് റീജിയണൽ റൂറൽ ബാങ്ക്, നാലാമത് ലോക്കൽ ഏരിയ ബാങ്ക്സ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ വീണ്ടും 2ആയി തരംതിരിക്കുന്നുണ്ട്: പബ്ലിക് സെക്ടർ ബാങ്ക്, അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇനി ഓർഗനൈസ്ഡ് സെക്ടറിലെ മൂന്നാമത്തെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 6 അപ്പെക്സ് ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് IDBI, 2 നബാർഡ്, 3 എക്സിം ബാങ്ക്, 4 സിഡ്ബി, 5 NHB, 6 IIBI. ഇനി ഓർഗനൈസ്ഡ് സെക്ടറിൽ 4ാമത്തെ ബാങ്കായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ 4ാമത്തെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനായി പറയുന്നത് ഡെവലപ്മെൻറ്റൽ ബാങ്കുകളാണ്. ഡെവലപ്മെൻറ്റൽ ബാങ്കുകൾ 2 തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ബാങ്കുകളാണ് ഉള്ളത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കും 2 ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിലെ ഓരോ സെക്ടറിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ സെക്ടറായിരുന്നു അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ 2 തരത്തിലുള്ള പാർട്ടീസാണ് വരുന്നത്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് പറയാം ഇൻഡിജീനിയസ് ബാങ്കേഴ്സും രണ്ടാമത്തെ മണി ലെൻഡേഴ്സുമാണ്. അപ്പോൾ എന്താണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്? ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ബാങ്കിങ് ഓപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് നോക്കാം. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആർ പ്രൈവറ്റ് ഫേംസ് ഓർ ഇൻഡിവിജ്വൽസ് ഹു ഓപ്പറേറ്റ് ആസ് ബാങ്ക്സ് and as said both receive deposit and give money or loans. Like bank, they are also financial intermediaries. They should be distinguished from professional money lenders whose primary business is not banking but മണി ലെൻഡിങ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ബാങ്കിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന വ്യക്തികളാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ലോണ് നൽകുകയും ചെയ്യും. മാത്രമല്ല, പറയുന്നുണ്ട് മറ്റു ബാങ്കുകളെ പോലെ തന്നെ ഇവരും ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്.
ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അവർക്ക് ബാങ്കിങ് ബിസിനസ് മാത്രമല്ല അവർ ചെയ്യുന്നത്, പുറമെ മറ്റു ബിസിനസ്സുകളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് മാത്രമല്ല അവർ ചെയ്യുന്ന ബിസിനസ്, പുറമെ വേറെയുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഫങ്ഷൻസ് ഓഫ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷൻ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക എന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റും കറണ്ട് ഡെപ്പോസിറ്റുകളുമാണ് ആര് സ്വീകരിക്കാറുള്ളത്? ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് സ്വീകരിക്കാറുള്ളത്. ഇതിനൊരു ഹൈ ഇൻട്രസ്റ്റ് ആണ് അവർ നൽകാറുള്ളത്. ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് ഹൈ ഇൻട്രസ്റ്റ് ആര് നൽകും? ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് നൽകാറുണ്ട്. രണ്ടാമതാണ് അഡ്വാൻസിങ് ലോൺസ്. രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ലോണ് നൽകുക എന്നതാണ്. അപ്പോൾ ഈ ലോണുകൾ നൽകുന്നത് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ മുകളിലായിരിക്കും. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഭൂമിയുടെ ആധാരമായിരിക്കും, അല്ലെങ്കിൽ ജ്വല്ലറി ഐറ്റംസിനായിരിക്കും, അല്ലെങ്കിൽ ക്രോപ്പ് വിത്തിനായിരിക്കും, അല്ലെങ്കിൽ മറ്റു ഗുഡ്സ്. അപ്പോൾ ഈ സെക്യൂരിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ത് നൽകാറുള്ളൂ? പണം വായ്പയായിട്ട് നൽകാറുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, ഡീൽ ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അവർ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും, അതുപോലെ ലോണുകൾ നൽകും, പുറമെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യും? ഡീല് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതാണ് അവർ മൂന്നാമത് ചെയ്യുന്നത്. നാലാമത് നോൺ ബാങ്കിങ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ബാങ്കിങ് അല്ലാത്ത ചില ഫങ്ഷൻസ് കൂടി അവർ ചെയ്യാറുണ്ട്. ബാങ്കിൻ്റെ മീൻസ് ബാങ്ക് മാത്രമല്ല, അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ് മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ റീറ്റെയിലായിട്ട് ട്രേഡിങ്ങും, അതുപോലെ സ്പെക്യുലേഷനും, അതുപോലെ ഏജൻസി സർവീസൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. ബാങ്കിങ് മാത്രമല്ല അവർ ചെയ്യുന്നത്, പുറമെ മറ്റു കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ട് എന്നതാണ്. ഓക്കെ. ഇത്രയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നു ഡിഫക്ട്സ് ഓഫ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഡിഫക്ട്സുകൾ, പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ദേ ആർ എ ഹിൻഡ്രൻസ് in the development of organized money market in India. The Reserve Bank of India has no control over them. എന്ന് വെച്ചാൽ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് കാരണം ഇന്ത്യയിലെ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല? വികസിക്കുന്നില്ല, അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ വികസനം എത്തുന്നില്ല എന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം RBIക്ക് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ. നിരവധി ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊന്നും RBIൻ്റെ കയ്യിൽ നിന്ന് എന്ത് എടുക്കുന്നില്ല? ലൈസൻസ് എടുത്തിട്ടല്ല അവരുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ RBIക്ക് എന്തില്ല? ഇവർ മുകളിൽ ഒരു കൺട്രോളില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മണി മാർക്കറ്റ് എന്ത് ചെയ്യില്ല? വികസിക്കൂല എന്നാണ് പറയുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ്, ദേ ഫോളോ ഓൾഡ് മെത്തേഡ് ഓഫ് ബിസിനസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ സീക്രസി ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. പറഞ്ഞ കാര്യം, ഇവർ ഉണ്ടാക്കുന്ന അക്കൗണ്ട്സുകൾ അവർ ആർക്കും തന്നെ സബ്മിറ്റ് ചെയ്യാറില്ല. ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യം പറഞ്ഞു, RBIൻ്റെ കൺട്രോളിലല്ല അവർ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ അക്കൗണ്ട്സ് മീൻസ് ഇത്തരത്തിലുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് അക്കൗണ്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അക്കൗണ്ട്സുകളിൽ എന്തില്ല? കൃത്യമായ വിവരങ്ങളോ കാര്യങ്ങളോ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഇല്ല എന്ന് പറയാം. മാത്രമല്ല, ഇത്തരത്തിലുള്ള
അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ആർ ബി ഐയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുമില്ല. സോ അതും ഒരു പ്രോബ്ലം തന്നെയാണ്. മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ദേ ആർ ആൾസോ പ്രൊവൈഡ് ലോൺ ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസസ്. അവർ പർപ്പസ് ഒന്നും നോക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ലോണുകൾ ആളുകൾക്ക് നൽകുന്നത്. എന്ന് വെച്ചാൽ പർപ്പസോ കാര്യങ്ങളോ നോക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഇഷ്യൂ തന്നെയാണ്. പർപ്പസും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ, പ്രൊഡക്റ്റീവ് പർപ്പസിന് മാത്രമേ ലോണ് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ആർ ബി ഐയുടെ നിബന്ധന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുണ്ടാവും, ഇൻഫ്ലേഷൻ പ്രശ്നം ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ലോണുകൾ നൽകുമ്പോൾ നോക്കാറില്ല, പർപ്പസ് നോക്കാതെയാണ് ലോണുകൾ അവർ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് പറയുന്നു, അവർ ബാങ്കിങ് ആക്ടിവിറ്റീസ് മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവർ എന്തുകൂടി ചെയ്യുന്നുണ്ട്, മറ്റു ആക്ടിവിറ്റീസ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മറ്റു ആക്ടിവിറ്റീസിലാണ്, അല്ലാതെ ഏതിലല്ല, ബാങ്കിങ് ആക്ടിവിറ്റീസിലല്ല. അതൊരു പോരായ്മ തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് ദേ ചാർജ് വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അഞ്ചാമത്താണ് പറയുന്നത് അവർ ചാർജ് ചെയ്യുന്നത് എന്താണ്, നല്ലൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ലോണ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റാണ് ആര് ചാർജ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ചാർജ് ചെയ്യുന്നത്. ഇനി ആറാമത്തേത് പറയുന്നത് അവർ അക്കൗണ്ട്സുകൾ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അക്കൗണ്ട്സിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. സോ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ ലോൺ എമൗണ്ട് അടച്ചാൽ തന്നെ അതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ ആര് കൊടുക്കാറില്ല, ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് കൊടുക്കാറില്ല. സോ ഇത്തരത്തിലുള്ള ധാരാളം മാനിപ്പുലേഷൻസ് ആര് ചെയ്യാറുണ്ട്, ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നു ഏഴാമത്താണ് പറയുന്നത് ദേ ആർ അൺഓർഗനൈസ്ഡ് എക്സെപ്റ്റ് അറ്റ് എ ഫ്യൂ പ്ലേസസ് ലൈക്ക് മുംബൈ ആൻഡ് കൊൽക്കത്ത. മുംബൈ അതുപോലെ കൊൽക്കത്ത എന്ന് പറയുന്ന നഗരപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഇൻഡിജിനിയസ് ബാങ്കേഴ്സിനെ കാണുന്നത്. അല്ലാതെ ഇന്ത്യയിലെ മറ്റു ഏരിയാസിൽ കാണാറുണ്ടെങ്കിൽ പോലും വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് മുംബൈയിലും അതുപോലെ തന്നെ കൊൽക്കത്തയിലുമാണ്. അപ്പോൾ പണം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വളരെ കുറവാണ്. മറ്റു ഏരിയാസിൽ നിന്നും ആർക്ക് പണം മൊബിലൈസ് ചെയ്യാൻ പറ്റൂല, ഇത്തരത്തിലുള്ള ഇൻഡിജിനിയസ് ബാങ്കേഴ്സിന് പണം മൊബിലൈസ് ചെയ്യാൻ പറ്റൂല, പണം ഡെപ്പോസിറ്റായി ലഭിക്കൂല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മുംബൈയിലും കൊൽക്കത്തയിലും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു പ്ലേസസിലില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡെപ്പോസിറ്റ് ആർക്ക് കിട്ടാറില്ല, ഇത്തരത്തിലുള്ള ഇൻഡിജിനിയസ് ബാങ്കേഴ്സിന് കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ദേ ഡു നോട്ട് വർക്ക് ഇൻ കോപ്പറേഷൻ വിത്ത് ദി കൊമേഴ്ഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്. എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിനോടും സഹകരിച്ചുകൊണ്ടല്ല ആര് പ്രവർത്തിക്കുന്നത്, ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളാണ് കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും. ഇവരോട് രണ്ട് സെക്ടേഴ്സിനോടും ഒരു ബന്ധവുമില്ലാതെയാണ് ആര് പ്രവർത്തിക്കുന്നത്, ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് പ്രവർത്തിക്കുന്നത്. അതൊരു പോരായ്മ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം അൺഓർഗനൈസ്ഡ് സെക്ടറിൽ രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ഇൻഡിജിനിയസ് ബാങ്കേഴ്സ്, രണ്ട് മണി ലെൻഡേഴ്സ് ആണ്. മണി ലെൻഡേഴ്സ് എന്താണെന്ന് നോക്കാം. മണി ലെൻഡേഴ്സ് ആർ അഡ്വാൻസിങ് ലോൺ ടു സ്മോൾ ബോറോവേഴ്സ് ലൈക്ക് മാർജിനൽ
and small farmers, agricultural laborers, artisans, factory and mine workers, low paid staffs, small traders, etc. At very high rates of interest, and also adopt various malpractices and manipulation of loan records of these poor borrowers. പറഞ്ഞ കാര്യം, മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇവർ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാറില്ല, മറിച്ച് അവരെ കയ്യിലുള്ള പണം മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ലോണായിട്ട് നൽകുന്നത്. ഓക്കെ, ആദ്യത്തെ പറഞ്ഞു ഇൻഡിജീനസ് ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലോണ് നൽകുന്നത്. പക്ഷേ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് അവർ ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കുന്നില്ല, അവരെ കയ്യിലുള്ള പണം അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ലോണായി അല്ലെങ്കിൽ കടമായി നൽകുന്നു. ഇങ്ങനെ കടമായി നൽകുന്നത് കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കുറഞ്ഞ എമൗണ്ടുകൾ കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ലോണായി ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് കൊടുക്കാറുള്ളത് ഫാർമേഴ്സിനും അതുപോലെ അഗ്രികൾച്ചറൽ ലേബേഴ്സിനും അതുപോലെ ഫാക്ടറി വർക്കേഴ്സ്, മൈൻ വർക്കേഴ്സ്, ഇവർക്കൊക്കെയാണ് സാധാരണയായിട്ട് മണി ലെൻഡേഴ്സ് കടം കൊടുക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ മെയിൻ ഫങ്ഷൻ ഓർ ഫീച്ചർ ഓഫ് മണി ലെൻഡേഴ്സ് ഈസ് ടു ഗിവ് ഷോർട്ട് ടേം ലോൺസ്. ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നൽകുന്നത് ഷോർട്ട് ടേം ലോണുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് നൽകുന്നത് എന്തായിരിക്കും, ഷോർട്ട് ടേം ലോണുകൾ മാത്രമേ മണി ലെൻഡേഴ്സ് നൽകാറുള്ളൂ. രണ്ടാമത്തെ പറയുന്നു, ലോൺസ് ജനറലി ഗിവൺ ടു ദി പേഴ്സണൽ സെക്യൂരിറ്റി ഓഫ് ബോറോവേഴ്സ്. ഇങ്ങനെ കടം കൊടുക്കുമ്പോൾ സെക്യൂരിറ്റിയുടെ മുകളിൽ മാത്രമേ ഇവർ കടം കൊടുക്കാറുള്ളൂ. നെക്സ്റ്റ്, ദേ ഹാവ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ബോറോവേഴ്സ് ഹു അപ്രോച്ച് ദം ഡയറക്ട്ലി ഓർ ഇൻഫോർമലി. എന്ന് വെച്ചാൽ ഇവർ കടം കൊടുക്കുന്ന ആളുകളുമായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഫോർമലായിട്ടോ ആണ് ഇടപാടുകൾ നടത്താറുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ദ മണി ലെൻഡേഴ്സ് നോർമലി ലെൻഡ് ദെയർ ഓൺ ഫണ്ട്. അവരുടെ പൈസയാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് കടമായി കൊടുക്കുന്നത്. അല്ലാതെ ആരെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടല്ല അവർ പണം സ്വരൂപിക്കുന്നതും ആ പണമല്ല എന്ത് ചെയ്യുന്നത്, ജനങ്ങൾക്ക് കൊടുക്കുന്നത്, മറിച്ച് അവരുടെ പണമാണ് അവർ എന്ത് ചെയ്യുന്നത്, ബോറോവേഴ്സിന് കൊടുക്കുന്നത്. നെക്സ്റ്റ്, സിൻസ് ദി മണി ലെൻഡേഴ്സ് ഹാവ് പേഴ്സണൽ നോളജ് അബൌട്ട് ദി ക്രെഡിറ്റ് വെർത്ത്നെസ് ഓഫ് ദി ബോറോവേഴ്സ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കടം കൊടുക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചു തരാനുള്ള ശേഷിയുണ്ടോ എന്ന് ആര് വിലയിരുത്താറുണ്ട്, മണി ലെൻഡേഴ്സ് വിലയിരുത്താറുണ്ട്. അത് നോക്കിയിട്ട് മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, പണം കടം കൊടുക്കാറുള്ളൂ. ഓക്കെ, അത് നോക്കിയിട്ട് മാത്രമേ അവർ പണം കടം കൊടുക്കാറുള്ളൂ എന്നുള്ളത്. ഇനി ആറാമത്, ദേ ചാർജ് എക്സസീവ്ലി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന ലോണിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇനി ഡിഫക്ട്സ് ഓഫ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ തന്നെ പറയുന്നുണ്ട് വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഇവർ ചാർജ് ചെയ്യുന്ന ലോണിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു ഇൻട്രസ്റ്റാണ്. ഏകദേശം കൊടുക്കുന്നതിൻ്റെ 20% മുതൽ 45% വരെ ഇവർ എന്ത് ഈടാക്കാറുണ്ട്, പലിശ ഈടാക്കാറുണ്ട്. പിന്നെ പറയുന്നുണ്ട് റീപേയ്മെൻറ്റ് പീരീഡ്. ഇവർ സാധാരണയായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ എന്ത് നൽകാറുള്ളൂ, പണം നൽകാറുള്ളൂ. അത് ചിലപ്പോൾ ഡെയിലി ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലോ ആണ്.
സാധാരണയായിട്ട് ഷോർട്ട് ടേം ആയിട്ടാണ് എന്ത് നൽകാറുള്ളത്, ലോണ് നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു പോരായ്മ തന്നെയാണ്. കാരണം ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ മാത്രമേ ആര് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ, മണി ലെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് പറയുന്നുണ്ട് റിക്കവറി എന്ന് പറഞ്ഞാൽ ഈ പണം കൊടുത്ത പണം, ലോണായി നൽകിയ പണം അവർ നേടിയെടുക്കുന്നത് മറ്റുള്ളവരെ, ലോണ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ചിലപ്പം റീപേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ അവരെ ഹരാസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അവർ എന്ത് ചെയ്യാറുള്ളത്, ഈ പണം നേടിയെടുക്കാറുള്ളത്. പക്ക നമുക്ക് പറയുകയാണെങ്കിൽ ബ്ലേഡ് മാഫിയ കാര്യങ്ങളൊക്കെ പറയാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ഹരാസ് ചെയ്തിട്ടാണ് ഈ പണം കൊടുത്ത പണം എന്ത് ചെയ്യാറുള്ളത്, നേടിയെടുക്കാറുള്ളത്. പിന്നെ പറയുന്നുണ്ട് ലാൻഡ് ഗ്രാബിങ്. അതിൽ പറയുന്നത് നമുക്കറിയാം ഒരു സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ എന്ത് കൊടുക്കുള്ളൂ, ഇവർ ലോണ് കൊടുക്കാറുള്ളൂ. പ്രധാനമായിട്ടും ഒരു ലാൻഡിൻ്റെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണം അവർ എന്ത് ചെയ്യുള്ളൂ, കടം കൊടുക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് മോറായിട്ട് അവർ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പണം തിരിച്ചു കിട്ടലല്ല, മറിച്ച് അവർ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി എങ്ങനെ കൈയടക്കാം എന്നതാണ് ആര് നോക്കുന്നത്, ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് നോക്കുന്നത്. സാധാരണയായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ലോണ് കൊടുക്കുകയാണ്, ആ ലോണിന് പകരമായിട്ട് ഒരു സെക്യൂരിറ്റി ആര് തരും, ഈ ലോണ് വാങ്ങുന്ന വ്യക്തി തരും. അപ്പോൾ ഈ ലോണ് നൽകുന്ന മണി ലെൻഡേഴ്സ് നോക്കുന്നത് ഒരിക്കലും ഈ പൈസ തിരിച്ചു കിട്ടണം എന്നല്ല അവരുടെ ഇൻറ്റൻഷൻ പലപ്പോഴും വരാറുള്ളത് എന്താണ്, ഈ പൈസ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്തെടുക്കാം, അവരെ സെക്യൂരിറ്റി, അവർ തന്നിട്ടുള്ള ലാൻഡ് ആണെങ്കിൽ ലാൻഡ്, അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള മറ്റു സെക്യൂരിറ്റീസ് ആണെങ്കിൽ മറ്റു സെക്യൂരിറ്റീസ് അത് കൈയടക്കാം എന്നതാണ് അവർ വിചാരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു ഡിഫക്ട്സ് എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് കൂടുതലായിട്ടും ഗവൺമെൻറ്റിൻ്റെ ലൈസൻസിലല്ല എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യാറില്ല, ലൈസൻസ് വാങ്ങാറില്ല. അപ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ ഈ ബോറോ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. സോ അതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാത്ത മണി ലെൻഡേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ആരൊരുക്കിയിട്ടുണ്ട്, ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഓപ്പറേഷൻ കുബേര. ഓക്കെ, ഇനി അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. നമ്മൾ പറഞ്ഞു ബാങ്കിങ് സെക്ടറിൽ രണ്ട് തരത്തിലുള്ള സെക്ടറുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഓർഗനൈസ്ഡ് സെക്ടറാണ്, രണ്ടാമത്തത് എന്താണ് ഒന്നാമത്തെ അൺഓർഗനൈസ്ഡ് സെക്ടർ. അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇൻഡിജിനസ് ബാങ്കേഴ്സ് പറഞ്ഞു, രണ്ടാമത്തെ മണി ലെൻഡേഴ്സ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് സെക്ടറാണ്. നമുക്ക് നോക്കാം ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്തൊക്കെയാണ്. ഒന്നാമത്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കാണ്. മാത്രമല്ല 1935 RBI നിലവിൽ വരുന്നത്. 1934 RBI ആക്ട് പ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. അതിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, RBI എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം RBI എന്ന് പറയുന്ന സ്ഥാപനം ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഇന്ത്യയിൽ നോട്ട് അച്ചടിക്കാനും അതുപോലെ കറൻസി അച്ചടിക്കാനുമുള്ള ഏക അധികാരം ആർക്കാണ്, RBIക്കാണ്. 1 രൂപയും 1 രൂപയിൽ കൂടുതലുള്ള നാണയങ്ങളും അച്ചടിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്, RBIക്കുണ്ട്. പിന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ മോണിറ്ററി അതോറിറ്റിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് RBI എന്ന് പറയുന്നത്. ഇതാണ് ഓർഗനൈസ്ഡ് സെക്ടറിലെ ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്, 2 കോപ്പറേറ്റീവ് ബാങ്ക്, മൂന്നാമത്തെ റീജിയണൽ റൂറൽ ബാങ്ക്, നാലാമത്തെ ലോക്കൽ ഏരിയ ബാങ്ക്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് ലെക്ചർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.